അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ UK വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൻ്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടാകുമെന്നാണ് നോക്കാൻ പോകുന്നത്. പേടിക്കേണ്ട, മൊത്തം കാർഡാണ്. പൈസ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ UK വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ വാലറ്റിനകത്ത് കാർഡുകളുടെ എണ്ണം കൂടും. ഏതൊക്കെയാണെന്നല്ലേ ബാ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് BRP കാർഡ്. ഇതാണ് നമ്മുടെ UK നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടെന്ന് കാണിക്കുന്ന സ്റ്റുഡൻസിൻ്റെയാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ ഒരു വർഷത്തേക്ക് വാറൻറ്റി ഉള്ളൂ. ഇത് കഴിഞ്ഞ് PSW എടുക്കുമ്പോഴാണ് നമുക്ക് 2 വർഷത്തേക്കുള്ള കിട്ടുന്നത്. ഇത് വന്ന ഉടനെ ആദ്യം മേടിക്കേണ്ട സാധനമാണ് നമ്മുടെ BRP കാർഡ്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ട്രാവൽ കാർഡാണ്. ഇതിൻ്റെ തോമസ് കുക്കിൻ്റെ ട്രാവൽ കാർഡാണ്. കാരണം ഇവിടെ കൂടുതലും കാർഡ് വഴിയുള്ള പേയ്മെൻറ്റ് നടക്കുന്ന കാരണം കുറച്ച് പൈസ ഞാൻ ട്രാവൽ കാർഡ് ആക്കിയാണ് കൊണ്ടുവന്നത്. അപ്പം മറ്റൊന്ന് ട്രാവൽ കാർഡ്. പിന്നെ വേറൊന്നാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലല്ല UK ബാങ്കിൻ്റെ, ഇത് ലോയ്ഡ്സിൻ്റെ ബാങ്ക് കാർഡാണ്. സീറോ ബാലൻസ് കേട്ടോ. നാട്ടിലെ പോലെ നമ്മൾ 5000 രൂപ ഇട്ട് കൊണ്ട് ആവശ്യമില്ല, സീറോ ബാലൻസാണ്. അപ്പം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഇതപ്പം ഇവിടുത്തെ ബാങ്കിൻ്റെ ഒരു കാർഡ്, ATM കാർഡ്. പിന്നെ മറ്റൊരെണ്ണം റെവല്യൂട്ട് മാത്രമല്ല, ഇവിടെ മോൺസോ ഉണ്ട്, അല്ലാതെ വേറെ കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് മോൺസോ എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്ത കാർഡാണ് റെവല്യൂട്ട്. അപ്പം റെവല്യൂട്ടിൻ്റെ ഒരു കാർഡ്, ഇത് നമ്മുടെ ഗൂഗിൾ പേ പോലെ, അതായത് ഇത് ഓൺലൈൻ ബാങ്കിങ് ആണ്. ഇതിന് ഇങ്ങനെ പ്രത്യേകം കെട്ടിടമൊന്നുമില്ല, നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുക. അതിപ്പം ലോയ്ഡ്സിൻ്റെ ആണെങ്കിലും ബാങ്കിൻ്റെ രീതിയിലൊരു കെട്ടിടം ഉണ്ടെങ്കിലും നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഓൺലൈൻ വഴിയാണ്, ബാങ്കിൽ പോയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ റെവല്യൂട്ട് നമ്മുടെ ഗൂഗിൾ പേ പോലെ നമ്മുടെ നാട്ടിൽ കാർഡ് തരികയാലും ഗൂഗിൾ പേക്ക് കാർഡില്ലെങ്കിലും ഇവിടെ സാധനത്തിന് കാർഡുണ്ട്. ഇതും ഫോൺ വഴിയാണ് എല്ലാം എടുക്കുന്നത്, കെട്ടിടമൊന്നുമില്ല. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഇവിടുത്തെ ഓയിസ്റ്റർ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ വേറെ ഒന്നുണ്ട്, സ്റ്റുഡൻറ്റ് ഓയിസ്റ്ററുണ്ട്. അത് ഏകദേശം 30 കൊണ്ടം കണ്ടതൊന്നും എടുക്കുന്നത് എനിക്കറിയത്തില്ല, അതെങ്ങനെയാണെന്ന് ഞാൻ എടുത്തില്ല. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മുടെ BRP കാർഡ് നമ്മളെപ്പോഴും കൂടെ കൊണ്ടുപോയി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫോണിൽ ഡിജിറ്റലാക്കി കൊണ്ടുപോയി നടന്നാൽ മതി. കാരണം ഈ സാധനം കാണാൻ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ സാധനം കൊണ്ടുപോയി നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലിക്വിഡ് മണി എന്ന് പറയുമ്പോൾ അധികം കൊണ്ട് നടക്കേണ്ട, കുറച്ച് പൈസ മാത്രം കൊണ്ട് നടക്കുക. കാരണം ഇവിടെ കൂടുതലും ചെറിയ ചെറിയ കടകളിൽ കാർഡ് സ്വീകരിക്കുക, ഉള്ളി മണി അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം പൈസ ഒന്നും കൊണ്ട് നടക്കേണ്ട, കുറച്ച് പൈസ കൊണ്ട് നടക്കുക. പിന്നെ നാട്ടിൽ നിന്ന് വേറൊരു സാധനം കൂടി ഞാൻ കിട്ടുന്നായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്. ഇതും കൊണ്ട് വണ്ടി ഓടിക്കാൻ കിട്ടുവാണെങ്കിൽ ഓടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കാര്യമില്ല, എല്ലാ സ്റ്റുഡൻസിനും ഇങ്ങനെ വണ്ടി ഓടിക്കാൻ കിട്ടുന്നില്ല. വല്ല കസിൻസോ അങ്ങനെയുള്ളവർ, ഫ്രണ്ട്സോ, ഇവിടെ വണ്ടി ഉള്ളവർ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ വന്ന ഉടനെ ഒരു സ്റ്റുഡൻസ് അങ്ങനെ വണ്ടി എടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എടുക്കുന്നവരുണ്ടായിരിക്കും, എടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരിക്കലും നിങ്ങൾ ബാക്ക് പോക്കറ്റ് വെച്ചിട്ട് നടക്കരുത്. കാരണം ഏറ്റവും എളുപ്പമുള്ള പരിപാടി, ഇവർ നമ്മളറിയാതെ സാധനം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ബാക്ക് പോക്കറ്റ് വെച്ച് നടക്കരുത്. ഇത് ഫ്രണ്ട് പോക്കറ്റ് വെച്ചിട്ട് ഇട്ടുകൊണ്ട് പോയാലും തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ടീമുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ കഴിയാവുന്നതും ഇത് സാധനം പുറത്തിറക്കുമ്പോൾ സൂക്ഷിക്കുക. ഇതും അതായത് വാലറ്റും നമ്മുടെ മൊബൈൽ ഫോണും കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക. അടിച്ച് മാറ്റിക്കൊണ്ട് പോയാൽ കുറേ നടന്നിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. അപ്പോൾ ഇത്രയും കാർഡുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടുതൽ കാർഡുകളുള്ളവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ കാർഡ് അങ്ങനെ കുറേ കാർഡുകളുള്ളവരും ഉണ്ട്. അപ്പം പുതിയൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണുന്നവരെ, ഇസ്മി ഷാരോൺ വീണ്ടും സൈനികം.